സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓരോ 100 പേരിൽ നിന്നും ഒരാളെ വിജയിയായി തിരഞ്ഞെടുത്ത് ഞങ്ങളുടെ പ്രീമിയം ഗ്രൂപ്പിൽ ഒരു മാസത്തെ മെമ്പർഷിപ്പ് നൽകുന്നുണ്ട്. അവസരം ഉപയോഗപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ചോദ്യങ്ങൾ, സംശയങ്ങൾ എല്ലാം തന്നെ ഈ വീഡിയോയുടെ താഴെ നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യുക. മാക്സിമം ഈ ചാനൽ പ്രൊമോട്ട് ചെയ്യാൻ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സഹകരണം ഉണ്ടാകണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ന്യൂസാണ്, അല്ലെങ്കിൽ നമ്മളൊക്കെ കണ്ടതാണ്. കീ ബെഞ്ച് മാർക്ക് ഇൻഡൈസസ് എല്ലാം തന്നെ ഇന്ന് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. നിഫ്റ്റി 21,928 ഇനി 72 പോയിന്റ് കൂടി വന്നു കഴിഞ്ഞാൽ 22,000 എന്ന്. നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു 1.5 മാസം മുമ്പൊക്കെ നിഫ്റ്റി 22,000 എത്തും എന്ന ഒരു സ്വപ്നം പോലെ പറഞ്ഞൊരു സംഭവമായിരുന്നു. പക്ഷേ വളരെ ഫാസ്റ്റായിട്ട് അത് ഓടി എത്തിയിരിക്കുകയാണ്. അതുപോലെ സെൻസെക്സ് 72,721 എന്ന ഒരു മാജിക് നമ്പറിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ ഈ രണ്ട് ഇൻഡെക്സുകളും ഇന്ന് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും എന്നോട് ഒത്തിരി പേര്, ഞാൻ ഈ വീഡിയോയിൽ എല്ലാ ദിവസവും ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റിനെ കുറിച്ചാണ്, എപ്പോഴും ഒരു പോസിറ്റീവ് വൈബാണ് ഞാൻ കൊടുക്കാറുള്ളത്. അത് ഞാൻ മനഃപൂർവ്വം കൊടുക്കുന്നതല്ല, മാർക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഇത് മാർക്കറ്റ് അപ്പ് മൂവ്മെൻ്റ് ആണ് എന്ന രീതിയിൽ എനിക്ക് കിട്ടുന്ന സിഗ്നലാണ് ഞാൻ നിങ്ങളോട് പലപ്പോഴും ടൈറ്റ് കവർ പേജ് ഡിസൈൻ ചെയ്യുമ്പോൾ പോലും ഞാൻ വീഴുമോ എന്നേ ചോദിക്കാറുള്ളൂ. വീഴും എന്ന് പറയാറേ ഇല്ല. വീഴുമെങ്കിൽ വീഴും തന്നെ പറയും. അല്ലെങ്കിൽ ഈ ഇടയ്ക്കൊരു ദിവസം ഞാൻ കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ പറയുക, സെല്ലിംഗ് പ്രഷർ അത്ര ഉണ്ടെങ്കിലും നിഫ്റ്റി വീഴില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും ഇന്ന് അതിൻ്റെ സാക്ഷിയായിരിക്കുകയാണ് നമ്മളെല്ലാവരും. കാരണം നിഫ്റ്റി ഒരു പുതിയ ഓൾ ടൈം ഹൈയിലേക്ക് ഓടിയെത്തിയിരിക്കുകയാണ്. അതേപോലെ സെൻസെക്സും ഒപ്പം തന്നെ. കൂടാതെ നമ്മൾ ഇന്നലെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത ഒരു ന്യൂസായിരുന്നു പോളിക്യാബിൽ ഇൻകം ടാക്സിൻ്റെ റെയ്ഡും അതുമനുബന്ധിച്ചിട്ട് 22% ക്രാഷ് ആ സ്റ്റോക്ക് പ്രൈസിൽ ഉണ്ടായത് നമ്മൾ സംസാരിച്ചതാണ്. ഇന്നലത്തെ ആ ഒരു ക്രാഷിൽ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾക്ക് നഷ്ടപ്പെട്ടത് 940 കോടി രൂപയാണ്. അതേപോലെ തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് 1885 കോടി രൂപയും ഇന്നലെ നഷ്ടപ്പെട്ടു. എന്നാൽ ഇന്ന് എങ്ങനെയൊക്കെയോ അതൊരു 3% തിരിച്ച് കയറി വന്നിട്ടുണ്ട്. പക്ഷേ അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് കയറി വന്നതാണ് എന്ന് പറയാൻ പറ്റില്ല. ഹ്യൂജ് ഫോളിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു ബൗൺസ് ബാക്ക് ഉണ്ടായതുമാണ്, അല്ലെങ്കിൽ ഒരു പുൾ ബാക്ക് ഉണ്ടായതാണ്. തീർച്ചയായിട്ടും ഇനി ഫർദർ ഫോൾ ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയണം. എന്തായാലും ഹെവി ലോസ് ആണ് പോളിക്യാബ് അതിൻ്റെ നിക്ഷേപകർക്ക് നൽകിയിരിക്കുന്നത്. ഇനി അൾട്രാടെക് സിമെൻറ്റ് ഒരു എന്താ പറയുക, ആംപ്ലസ് ഏജസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന റിന്യൂവബിൾ എനർജി കമ്പനിയിൽ 26% ഓഹരികൾ സ്വന്തമാക്കുന്നു എന്ന വാർത്ത വന്നതോടുകൂടി അത് സ്റ്റോക്കിൻ്റെ പ്രൈസ് നല്ല രീതിയിൽ ഫോള് വന്നിട്ടുണ്ട്. അൾട്രാടെക് നല്ല രീതിയിൽ താഴോട്ട് പോയിട്ടുണ്ട്. എന്തായാലും കാരണം ഈ ഒരു തീരുമാനത്തിൽ അതിൻ്റെ ഇൻവെസ്റ്റേഴ്സിന് താല്പര്യമില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ദെൻ ടാറ്റ മെറ്റാലിക്സ് ടാറ്റ സ്റ്റീലുമായിട്ട് മെർജ് ചെയ്യുന്നതിനുള്ള അനുവാദം ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഈ ഒരു ക്വാർട്ടർലി റിസൾട്ട് സെപ്പറേറ്റ് അനൗൺസ് ചെയ്യേണ്ടതില്ല എന്നാണ് അതിൻ്റെ അംഗീകാരം നൽകുന്ന കമ്മിറ്റി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ടാറ്റ മെറ്റാലിക്സും ടാറ്റ സ്റ്റീലും ഒന്നാവാൻ പോവുകയാണ്. വിപ്രോയുടെ ക്വാർട്ടർലി റിസൾട്ടായിരുന്നു ഇന്ന്. നെറ്റ് ഇൻകം 22,205 കോടിയാണ്. എന്നാൽ ഇതേ കാലയളവിൽ കഴിഞ്ഞ വർഷം 23,209 കോടി ഉണ്ടായിരുന്നു. അതേപോലെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 2,701 കോടിയാണ്. പക്ഷെ കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 3,065 കോടി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു നെഗറ്റീവായിട്ടുള്ള റിസൾട്ടാണ് വന്നിരിക്കുന്നത്. അതായത് 12% ആണ് പ്രോഫിറ്റ് കുറഞ്ഞിരിക്കുന്നത്. ഇത് ബാക്ക് ടു ബാക്ക് 4ാമത്തെ ക്വാർട്ടറാണ് എന്താ പറയുക വിപ്രോയുടെ പ്രോഫിറ്റ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ സ്റ്റോക്ക് ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഇത് ഹോൾഡ് ചെയ്താൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളത്. നാളെ തിങ്കളാഴ്ച മുതൽ നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും എങ്ങനെയുണ്ട് എന്നുള്ളത്. ടാറ്റ പവറിന് പുതിയൊരു പ്രൊജക്റ്റ് കിട്ടിയിട്ടുണ്ട്. 10,000 മെഗാവാട്ടിൻ്റെ പ്രൊജക്റ്റാണ്, ഒരു എനർജി പ്രൊജക്റ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഗുജറാത്ത് ഗവൺമെൻറ്റിൽ നിന്ന് അതിൻ്റെ MOU സൈൻ ചെയ്തു എന്ന ഒരു വാർത്തകൾ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ദെൻ HCL ടെക്നോളജീസിൻ്റെ ഇന്ന് ക്വാർട്ടർലി റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇൻകം 28,446 കോടിയാണ്. അത് കഴിഞ്ഞ വർഷം 26,700 കോടിയായിരുന്നു ഉണ്ടായിരുന്നത്. അത് വർദ്ധിച്ചിട്ടുണ്ട്.
പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 4351 കോടിയാണ്. കഴിഞ്ഞ വർഷം ഇതേ സീസണിൽ 4096 കോടിയായിരുന്നു. എന്തായാലും HCL ടെക്നോളജീസ് ഒരു പോസിറ്റീവായ റിസൾട്ടാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്ത ഒത്തിരി വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. തീർച്ചയായിട്ടും ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് കറൻ്റ്ലി ബെയറിഷ് ആയിട്ടാണ് ഇൻട്രാഡേയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓവറോൾ മാർക്കറ്റ് സെന്റിമെന്റ്സ് വെരി ബുള്ളിഷ് ആണ്, ഇൻട്രാഡേയിൽ ബെയറിഷ് ആണ്. അതേപോലെ യൂറോപ്യൻ മാർക്കറ്റിൽ നല്ല ബുള്ളിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, നല്ല രീതിയിൽ കത്തിക്കയറി പോകുന്നുണ്ട്. ഏഷ്യ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ 22 ട്രേഡിംഗ് നടക്കുന്നത്. 52 പോയിന്റ് ഗ്രീനിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ കത്തിക്കയറി പോകുന്നുണ്ട് ഗിഫ്റ്റ് നിഫ്റ്റി. മറ്റ് ഏഷ്യൻ മാർക്കറ്റിലെ മറ്റ് ഇൻഡെക്സുകളെല്ലാം തന്നെ ഒരു സമ്മിശ്ര പ്രതികരണമാണ് കാഴ്ചവെക്കുന്നത്. ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് 126 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നമുക്ക് തന്നത്. 213 പോയിന്റിന് അഥവാ 0.98% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് കിട്ടിയത്. ഇന്ന് ഓപ്പണായി 21,773 നിന്ന് 121 പോയിന്റ് ലാഭത്തിൽ 21,894 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. 21,928 ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇന്നത്തെ. ദെൻ BSE സെൻസെക്സ് ഇന്ന് 427 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. 739 പോയിന്റിന്റെ അഥവാ 1.02% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 147,148 നിന്ന് 420 പോയിന്റ് ലാഭത്തോടു കൂടി 72,568 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ഇന്ത്യ വിക്സ് അഥവാ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 2.58% വർദ്ധിച്ചിട്ട് 13.1 ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ 134 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് കിട്ടിയത്. 465 പോയിന്റിന്റെ അഥവാ 0.98% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 47,572 നിന്നും 137 പോയിന്റ് ലാഭത്തിൽ 47,709 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ഫിൻ നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ 55 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. 154 പോയിന്റിന്റെ അഥവാ 0.72% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് ഇന്ന് കിട്ടിയത്. ഇന്ന് ഓപ്പണായി 21,303 നിന്നും 3 പോയിന്റ് നഷ്ടത്തിൽ 21,300 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് $74.31 വർദ്ധിച്ചിട്ടുണ്ട്. ഗോൾഡ് റേറ്റ് ആണെങ്കിൽ $2054.81 വർദ്ധിച്ചിട്ടുണ്ട്. USD INR റേറ്റും ഒരു പരിധിവരെ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ 83 മുകളിൽ ഉണ്ടായത് താഴോട്ട് ഇറങ്ങിയിട്ട് 82.92 ഒരു അമേരിക്കൻ US ഡോളറിന്റെ ഇന്നത്തെ വിനിമയ നിരക്ക്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റയിലേക്ക് വരികയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 11,904 കോടിയുടെ ബൈങ്ങും 12,244 കോടിയുടെ സെല്ലിംഗും നടത്തിയത് വഴി 340 കോടി രൂപയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നടത്തിയത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 13,152 കോടിയുടെ ബൈങ്ങും 10,241 കോടിയുടെ സെല്ലിംഗും നടത്തിയത് വഴി 2,911 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് കാഴ്ചവെച്ചത്. ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 2,571 കോടിയുടെ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മൊത്തത്തിൽ ഈ മാസത്തെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടക്കത്തിലെ ലാഭം എടുപ്പായിരുന്നു. അതായത് അവർ മൊത്തത്തിൽ 610 കോടിയുടെ സെല്ലിംഗ് ആണ് ഈ മാസം ചെയ്തിരിക്കുന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 438 കോടിയുടെ സെല്ലിംഗ് ആണ് ഈ മാസം ഇതുവരെയായിട്ട് ചെയ്തിട്ടുള്ളത്. മൊത്തത്തിൽ 1049 കോടിയുടെ ലാഭമെടുപ്പ് നടത്തിയതായിട്ടാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലാഭമെടുപ്പ് നടത്തിയതായിട്ടാണ് നമുക്ക് ഈ ഡാറ്റയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫാർമ, നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി മീഡിയ ഈ 3 സെക്ടറുകൾ ഇന്ന് നെഗറ്റീവിലാണ് അവസാനിച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം തന്നെ പോസിറ്റീവാണ്. നിഫ്റ്റി IT ഇന്ന് 5.14% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ETF നോക്കുകയാണെങ്കിൽ ITBs 4.53% പ്രോഫിറ്റ് ഉണ്ടാക്കി. നിഫ്റ്റി ബീസ്, ബാങ്ക് ബീസ്, ഗോൾഡ് ബീസ് ഇതെല്ലാം ഗ്രീനിൽ അവസാനിച്ചപ്പോൾ ഓട്ടോ ബീസും ഫാർമ ബീസും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ ഇൻഫി ഇന്ന് 8.08% ഹയസ്റ്റ് പ്രോഫിറ്റ് നേടിയപ്പോൾ ICICI പ്രൂവ്ലി ഇന്ന് 2.16% ഹയസ്റ്റ് ലോസ് മാർക്കറ്റിൽ രേഖപ്പെടുത്തി. ഇൻഫി, ONGC, ടെക് മഹീന്ദ്ര, HCL ടെക്, വിപ്രോ, TCS, എംഫസിസ്, പെർസിസ്റ്റന്റ്, ടാറ്റ കൺസ്യൂമർ, PNB, SBIN, L&T ഇത്രയും കമ്പനികൾ ഉയർന്ന ലാഭം മാർക്കറ്റിൽ രേഖപ്പെടുത്തിയപ്പോൾ ICICI പ്രൂവ്ലി, ഭാരത് ഫോർജ്, ലോറസ് ലാബ്സ്, IEX, ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്, സിപ്ല, ബന്ധൻ ബാങ്ക്, അറോ ഫാർമ, HDFC, AMC, മുത്തൂറ്റ് ഫിനാൻസ്, അപ്പോളോ ഹോസ്പിറ്റൽ, ബജാജ് ഫിൻ സർവീസസ് ഇത്രയും കമ്പനികൾ ഉയർന്ന നഷ്ടവും മാർക്കറ്റിലുണ്ടാക്കി. മൊത്തത്തിൽ NSE നോക്കുകയാണെങ്കിൽ 1116 സ്റ്റോക്സ് ലാഭത്തിൽ അവസാനിച്ചപ്പം 1027 സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റിയുടെ PCR
1.43 ആയി ഇൻക്രീസ് ആയിട്ടുണ്ട്. എന്തായാലും അതൊരു സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ എന്നൊരു മോഡൽ ഉണ്ടായത് പെട്ടെന്ന് ഒരു ബുള്ളിഷ് മോഡിലേക്ക് ചാടി കയറിയിട്ടുണ്ട്. ഒരു ദിവസത്തെ ഡാറ്റ കൊണ്ട് നമുക്ക് പൂർണ്ണമായി പറയാൻ സാധിക്കില്ലെങ്കിലും ഇന്ന് നല്ല രീതിയിൽ നിഫ്റ്റിയിൽ മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. 21,895 മാർക്കറ്റ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 78 പോയിന്റ് മുകളിലായിട്ട് 21,973 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൻ്റെ പ്രൈസ് ബുള്ളിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 1.06 ആണ്. ഇന്നലെ വരെ ഇതൊരു സൈഡ് വൈസ് ന്യൂട്രൽ ബെയറിഷ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് ഇപ്പോൾ ബുള്ളിഷായി മാറിയിട്ട് 47,710 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 190 പോയിന്റ് മുകളിലായിട്ട് 47,900 ബാങ്ക് നിഫ്റ്റി അവസാനിച്ചിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ പ്രൈസ് നോക്കുകയാണെങ്കിൽ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു സൈഡ് വൈസ് ആണ് എന്ന് തന്നെ പറയാൻ സാധിക്കും. ഇനി ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഒരു സപ്പോർട്ട് ലൈനിലാണ് വന്ന് നടക്കുന്നത്. 21,700 ഇവിടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിട്ടുള്ളത്. ഇവിടെ കോൾ റൈറ്റ് പുട്ട് റൈറ്റ് ചെയ്തിരിക്കുന്നത് 1,19,00,000 മൊത്തത്തിൽ 3,66,00,000 കോളും 4,27,00,000 പുട്ടുമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. PCR വരുന്നത് 1.2 ആണ്. 21,894 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഒരു സപ്പോർട്ട് ലൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. 33 ലക്ഷം പുട്ടാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ട് 47,500 ഈ സ്ട്രൈക്ക്. അതേപോലെ തന്നെ റെസിസ്റ്റൻസ് ലൈനും വരാൻ സാധ്യതയുണ്ട്. 48,000-ൽ 31 ലക്ഷം കോളും റൈറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ 1,22,00,000 കോളും 1,16,00,000 പുട്ടുമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. PCR വരുന്നത് 1 ആണ്. 47,709 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. നാളെ ശനിയാഴ്ച റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കുകയാണെങ്കിൽ അവന്യൂ സൂപ്പർ മാർക്കറ്റ്സ്, വാർഡ് വിസാർഡ് ഇന്നോവേഷൻസ്, ജസ്റ്റ് റൈഡ് എന്റർപ്രൈസസ്, ലേഷ്യ ഇൻഡസ്ട്രീസ്, MRP അഗ്രോ ലിമിറ്റഡ്, ഗ്യാൻ ലൈഫ് കെയർ, കോൺഫിഡൻസ് ഫിനാൻസ് ആൻഡ് ട്രേഡിംഗ്. തിങ്കളാഴ്ച റിസൾട്ട് വരുന്ന കമ്പനികൾ കൂടി നോക്കേണ്ടതുണ്ട്. ജിയോ ഫിനാൻഷ്യൽ സർവീസസ് തിങ്കളാഴ്ചയാണ്. ഏഞ്ചൽ വൺ, ജയ് ബാലാജി ഇൻഡസ്ട്രീസ്, PCBL ലിമിറ്റഡ്, ചോയ്സ് ഇന്റർനാഷണൽ, കേശോറാം ഇൻഡസ്ട്രീസ്, ഫെഡ് ബാങ്ക് ഫിനാൻഷ്യൽ സർവീസസ്, ബ്രൈറ്റ്കോം ഗ്രൂപ്പ്, റിലയൻസ് ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ, നെൽക്കോ, സുരാജ് എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ്, രാജനന്ദിനി മെറ്റൽ, പിന്നെ കുറേ പെന്നി സ്റ്റോക്കുകളുണ്ട്. ഒത്തിരി പെന്നി സ്റ്റോക്കുകളാണ് തിങ്കളാഴ്ചത്തേക്കുള്ളത്. പക്ഷേ എന്താ പറയുക, കുറേ പ്രധാനപ്പെട്ട റിലയൻസ് ഇൻഡസ്ട്രിയൽ, അതേപോലെ ബ്രൈറ്റ്കോം, ചോയ്സ്, PCBL, ജയ് ബാലാജി, ഏഞ്ചൽ വൺ, ജിയോ ഫിനാൻഷ്യൽ ഇതൊക്കെ തിങ്കളാഴ്ച വരുന്നതാണ്. സോ അത് ഹോൾഡ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. തിങ്കളാഴ്ച വരാനുള്ള വേൾഡ് വൈഡ് ആയിട്ടുള്ള ഈവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ WPI ഇൻഫ്ലേഷൻ, തീർച്ചയായിട്ടും ആ ഒരു ഡാറ്റ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. UK ലേബർ പ്രൊഡക്ടിവിറ്റി, യൂറോ ഗ്രൂപ്പ് മീറ്റിംഗ്സ്, EU ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, EU ട്രേഡ് ബാലൻസ്. എന്തായാലും എന്താ പറയുക, ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഡാറ്റ റിലീസ് ഉണ്ട്. സോ കെയർഫുൾ ആയിട്ട് അതിനെ ഒന്ന് നിരീക്ഷിക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ ട്രേഡുകളിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് 11,962 അഥവാ 1.99% ലോസ് ആണ് ഉണ്ടാക്കിയത്. നിഫ്റ്റി ഇന്ന് ബ്രേക്ക് ഈവൻ ആയിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ 2.4% ലോസ് ആണ്. ഫിൻ നിഫ്റ്റിയിൽ 4.9% ലോസ് ആണ്. മിഡ് ക്യാപ്പിൽ 1.78% പ്രോഫിറ്റ് കിട്ടി. സെൻസെക്സിൽ 1.4% ലോസ് കിട്ടി. സ്റ്റോക്ക് ഓപ്ഷൻസിൽ മൊത്തത്തിൽ 5.7% ലോസാണ് കിട്ടിയിരിക്കുന്നത്. നിഫ്റ്റി ഈ മാസം ഒരു വിധത്തിൽ 9.7% ലോസിലാണ് കിടക്കുന്നത്. ബാങ്ക് നിഫ്റ്റി 4.2% പ്രോഫിറ്റിലാണ്. ഫിൻ നിഫ്റ്റി 5.9 പ്രോഫിറ്റിലാണ്. മിഡ് ക്യാപ്പ് 27% പ്രോഫിറ്റിലാണ്. സെൻസെക്സ് 4.5% ലോസിലാണ് പോകുന്നത്. അതേപോലെ സ്റ്റോക്ക് ഓപ്ഷൻസ് 8.2% ലോസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അറ്റ് ദ മൊമെന്റ് മാർക്കറ്റിൽ ഒരു വലിയ ഡിഫിക്കൽറ്റി ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം ഹൈ വൊളാറ്റിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുള്ളുള്ള ക്യാൻഡിൽസ് എന്ന് പറയും. നമ്മൾ ഈ പഴുതാരയൊക്കെ കാണുന്നത് പോലെയുള്ള വലിയ വിക്കും ചെറിയ ബോഡിയുള്ള ക്യാൻഡിൽസ് ആണ് കൂടുതലായിട്ട് വരുന്നത്. ഒരു അൺസർട്ടനിറ്റിയാണ്. ആൾക്കാർക്ക് ഇത് എങ്ങോട്ടാണ് പോകുന്നത് കൃത്യമായ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പോലും ധാരണ ഇല്ലാത്തൊരവസ്ഥയിലാണ് അങ്ങനെ വരിക. അവരപ്പോൾ കുറേ ടീംസ് മുകളിലോട്ട് വിടും, കുറേ ആൾക്കാർ താഴോട്ട് വലിക്കും. അങ്ങനെ വരുമ്പോൾ ഒരു അൺസർട്ടനിറ്റി മാർക്കറ്റിലും വരും. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൽ പെട്ടുപോകുന്നത് ഇൻട്രാഡേ ട്രേഡേഴ്സ് ആണ്. അവർക്ക് സ്റ്റോപ്പ് ലോസ് വെച്ച് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ സ്റ്റോപ്പ് ലോസ് അടിച്ച് അവർക്ക് ലോസ് ബുക്ക് ചെയ്ത് കൊടുക്കും. പക്ഷേ അവർ കണ്ണടച്ച് തുറക്കുമ്പോഴത്തേനും അത് എവിടെ നിന്നാണോ വന്നത് അവിടെ തന്നെ തിരിച്ച് കയറിപ്പോയി എൻട്രി എടുത്ത് അതേ പോയിന്റിലേക്ക് തിരിച്ച് കയറിപ്പോയിട്ടും ഉണ്ടാവും.
അത് സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നടക്കുന്നതാണ്. ചിലപ്പോൾ ഒരാഴ്ചയൊക്കെയാണ് ഇങ്ങനെ നീണ്ടു നിൽക്കാറില്ല. എന്തായാലും തിങ്കളാഴ്ച മുതൽ മാർക്കറ്റ് സ്റ്റേബിൾ ആകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടിപൊളിയായി വാർത്തകളും വിശേഷങ്ങളും പറയുന്നതിൻ്റെ ഇടയിൽ മറന്നു പോകരുത്, ജനുവരി 27-നാണ് കൊച്ചിയിൽ വെച്ചിട്ട് നമ്മൾ ഈവൻ്റ് നടക്കുന്നത്. ഓപ്ഷൻ ബൈയിങ് ഇൻട്രാഡേയുടെ ഒരു ക്ലാസ് ആണ്. നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണം. ഏകദേശം എനിക്ക് തോന്നുന്നു 19 പേർക്കാണ് ഇനി അത് രജിസ്ട്രേഷന് ഒരു അവസരം ഉണ്ടാവുക. തീർച്ചയായിട്ടും നിങ്ങളുടെ രജിസ്ട്രേഷൻ ഉറപ്പാക്കുക. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് ഈ ചാനലും എല്ലാ പരിപാടികളും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് മുന്നോട്ട് കയറി വന്നിട്ടുള്ളത്. സോ ഈ പരിപാടിയിലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. പരമാവധി എല്ലാവരും പങ്കെടുക്കുക. നമ്മൾ ഒരു ഗെറ്റ് ടുഗദറായിട്ട് പ്ലാൻ ചെയ്തതാണ്. പിന്നീട് അതിനകത്തൊരു എഡ്യൂക്കേഷണൽ കണ്ടന്റ് വേണം എന്നതുകൊണ്ട് മനോഹരമായൊരു ക്ലാസ് അതിനകത്തേക്ക് കൂട്ടിച്ചേർത്തതാണ്. സോ പരമാവധി ഉപയോഗപ്പെടുത്തുക. ഇത് സാധാരണ മറ്റ് ട്രെയിനേഴ്സ് വാങ്ങുന്നത് പോലെ ഒരുപാട് ലക്ഷങ്ങൾ ഫീ വാങ്ങിയിട്ടുള്ള പരിപാടിയൊന്നുമല്ല. ഒരു ഈവെന്റ് നടത്തുന്നു, അതിൻ്റെ ചെലവുകൾ നമ്മളെല്ലാവരും കയ്യിൽ നിന്നിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. എല്ലാവരും കൂടി ആ പരിപാടി നടത്തുന്നു. അതിനിടയിൽ എനിക്കായിട്ട് ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു ക്ലാസ് നിങ്ങൾക്ക് എടുത്തു തരിക എന്നുള്ളതാണ്. അതിനായിട്ട് ഞാൻ പ്രിപ്പയർഡ് ആണ്. സോ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു പങ്കാളിത്തം ഉറപ്പാക്കുക. ഓപ്ഷൻ ബൈയിങ്ങിൽ നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അവിടെ ചർച്ച ചെയ്യാം. പരമാവധി ഒത്തിരി പേരെ ഉൾപ്പെടുത്താതെ കുറച്ച് പേരെ ലിമിറ്റ് ചെയ്യുന്നതിനൊരു കാരണം കൂടിയുണ്ട്. കാരണം ഒരാൾക്ക് ഒരിക്കലെങ്കിലും സംശയങ്ങൾ ചോദിക്കാൻ ഒരു അവസരം കിട്ടണം എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. എല്ലാവരെയും ഒത്തിരി പേരോട് ഞാൻ വാട്സപ്പിൽ ചാറ്റ് ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്, ഫോൺ ചെയ്തിട്ട്. ഇതുവരെ നേരിട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല ആരെയും. അപ്പോൾ എല്ലാവരെയും കാണണം എന്നുള്ള ആഗ്രഹമുണ്ട്. നിങ്ങൾക്കും തീർച്ചയായിട്ടും കാണാൻ ആഗ്രഹം ഉണ്ടാവും പരസ്പരം. സോ അവിടെ എത്തുക. വളരെ ചെറിയ ഒരു എമൗണ്ട് ആണ് നിങ്ങൾക്ക് ചിലവായിട്ട് വരിക. ഹോട്ടൽ, ഫുഡ്, ചായ, കാര്യങ്ങൾ എല്ലാ സൗകര്യങ്ങളത്തോടും കൂടി വളരെ ചെറിയൊരു ഫിനാൻഷ്യൽ കോൺട്രിബ്യൂഷനിലാണ് ഈ ക്ലാസ് പോകുന്നത്. സോ ഉപയോഗപ്പെടുത്തുക. നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് എല്ലാ വിധത്തിലും അത് ഉപകാരപ്പെടും എന്ന കാര്യത്തിൽ ഞാൻ ഉറപ്പ് നൽകാം. അപ്പോൾ അടുത്ത സെഗ്മെന്റ് നോക്കാം. റാസ് ലെവൽസ് മാർക്കറ്റിൽ എങ്ങനെ പെർഫോം ചെയ്തു എന്ന് നോക്കുകയാണെങ്കിൽ സെൻസെക്സ് ആണ് ഇന്ന് എക്സ്പയറി ഉണ്ടായിരുന്നത്. ഞാനിപ്പോൾ എല്ലാ ചാർട്ടും എന്താ പറയുക, റാസ് ലെവൽസ് ഇങ്ങനെ കറക്റ്റ് ആയിരുന്നു എന്ന് പറയുന്ന ഒരു പരിപാടി നിർത്തിയിരിക്കുകയാണ്. കാരണം നിങ്ങൾക്കറിയാം എത്രത്തോളം അക്യുറേറ്റ് ആയിട്ടാണ് ഇത് പോകുന്നത് എന്നുള്ളത്. സോ എല്ലാ ദിവസവും ഞാൻ വന്ന് വിളിച്ച് പറയാതെ തന്നെ നിങ്ങൾ ഡെയിലി ലൈവ് മാർക്കറ്റിൽ ഇത് കണ്ടിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് ഞാൻ ആ ഒരു സെഗ്മെന്റ് ഏതാണോ എക്സ്പയർ ആയത് അതെങ്ങനെ പോയി എന്നൊന്ന് മൊത്തത്തിൽ നോക്കി വിലയിരുത്തിയിട്ട് നമുക്ക് നാളത്തെ കാര്യങ്ങൾ സംസാരിച്ചിട്ട് അവസാനിപ്പിക്കുക എന്നതാണ്. കാരണം എല്ലാം പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റ ഒരുപാട് പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. കഴിഞ്ഞു പോയ ഡാറ്റയാണ് ഈ പറയുന്നത്. പക്ഷെ കഴിഞ്ഞു പോയ ഡാറ്റ അറിയാതെ നിങ്ങൾ നാളത്തെ മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അത് പണിയാവും. ഇപ്പോൾ കഴിഞ്ഞ ഡാറ്റ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, പക്ഷെ ഒരുപാട് അറിയണം. ഒരുപാട് അതിനെ ചികഞ്ഞു പോകേണ്ട കാര്യമൊന്നും ഇല്ല എന്നെനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ആ ഒരു സെഗ്മെന്റ് ഒന്ന് ചെറുതാക്കിയത്. അപ്പോൾ ഇന്ന് സെൻസെക്സിന്റെ എക്സ്പയറി ആയിരുന്നു. ഇന്നലെ നമ്മൾ ഒരുപാട് സംസാരിച്ചതാണ് അതിനെക്കുറിച്ച്. അപ്പോൾ ഒരു അപ്പ് മൂവ്മെന്റ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു മോർണിംഗിൽ. ദെൻ യെസ്റ്റർഡേ ഹൈ വരെയുള്ള ആ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നിട്ട് ആ ഗ്യാപ്പ് യെസ്റ്റർഡേ ഹൈയിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് മാർക്കറ്റ് ഡീസൻ്റ് ആയി മുകളിലോട്ട് കയറിപ്പോയതാണ്. ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് 72,205 ആയിരുന്നു. പക്ഷെ അത് 72,666 വരെയും കയറിപ്പോയി. കണ്ടില്ല, റാസ് ലെവൽസിന്റെ ആക്യുറസി ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം. ഇത് എക്സ്റ്റെൻഡ് ചെയ്തതാണ് റാസ് ലെവൽസ്. അപ്പോൾ വളരെ കറക്റ്റ് ആയിട്ട് അവിടെ വരെ കയറിപ്പോയി. അവിടെ തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എത്ര കൃത്യമായിട്ടാണ് പോയിരിക്കുന്നത് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും റാസ് ലെവൽസ് പരമാവധി നിങ്ങളുടെ ട്രേഡിങ്ങിൽ ഉപയോഗപ്പെടുത്തുക. ഇനി ഓവറോൾ മാർക്കറ്റ് സെന്റിമെന്റ്സ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇപ്പോൾ ഒരു ബ്രേക്ക് റേഞ്ച് ബ്രേക്ക് ഔട്ട്, ഞാൻ എല്ലാ ദിവസവും ഇത് പറയാറുണ്ട്. അപ്പോൾ ആ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. സോ ഇനി എന്താണ് എന്നുള്ളതാണ്. ഇനിയാണ് നമ്മൾ കുറേയും കൂടെ കെയർഫുൾ ആയിട്ട് ഈ മാർക്കറ്റിനെ അനലൈസ് ചെയ്യേണ്ടത്. മാർക്കറ്റ് താഴോട്ട് വീഴും എന്ന തെറ്റിദ്ധാരണയിൽ എപ്പോഴും പോയി പുട്ടെടുത്ത് കാശ് കളയുന്ന 1-2 പേരെ എനിക്ക് സ്ഥിരമായിട്ട് അറിയാം. അവരെല്ലാ ദിവസവും അയക്കുന്ന സ്ക്രീൻഷോട്ട് മാർക്കറ്റ് ബെയറിഷ് ആണെങ്കിൽ അവരന്ന് പേടിച്ച് ട്രേഡ് എടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ മാർക്കറ്റ് ബുള്ളിഷ് ആണെങ്കിൽ ഇപ്പൊ പൊട്ടും എന്ന് കരുതിയിട്ട് അവർ പൊട്ട് വാങ്ങിച്ചുകൊണ്ടേയിരിക്കും. കാശ് ഒരുപാട് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് പോകരുത്. ഇതിപ്പോൾ മാർക്കറ്റ് റേഞ്ച് ബ്രേക്ക് ഔട്ട് ആണ് തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് മന്ത്ലി റാസ് ലെവൽസ് ഇവിടെ നിങ്ങളുടെ മുന്നിലുണ്ട്. സോ അടുത്ത ടാർഗറ്റ് വരാനുള്ളത് 22,315 മാർക്കറ്റ് നിഫ്റ്റി എനിക്ക് കയറി പോകേണ്ടത്. ഓക്കെ, അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ചെറിയ പുൾ ബാക്കോ അല്ലെങ്കിൽ കൺസോൾട്ടേറ്റ് ഇപ്പോൾ ഈ ഭാഗത്ത് കാണുന്ന പോലെയുള്ള സംഭവം. ഇവിടെ നിങ്ങൾ 2-3 കാര്യങ്ങളും കൂടെ ഇവിടെ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, മാർക്കറ്റ് നമ്മളെ നോട്ടറേറ്റ് സോണെന്ന് കയറി വന്നതാണ്. അതിനെ ക്രോസ് ചെയ്തതിന് ശേഷം അതിനെ റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുടുങ്ങിയിട്ട് ഇപ്പോൾ ഈ സൈഡ് വേസ് ആയിരിക്കുന്നത് കഴിഞ്ഞ മാസത്തെ ഹൈയും CPRന്റെ ഇടയിലാണ് ഈ സൈഡ് വേസ് പോയിരിക്കുന്നത്. കഴിഞ്ഞ മാസം ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് കയറിയിട്ടുണ്ട്. സോ
നമുക്ക് പ്രതീക്ഷിക്കേണ്ട അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് 22,315 21,900 ഇപ്പോൾ ഉള്ളത്, 928 ഉള്ളത്. അപ്പോൾ ഈ മാസം തീരുന്നതിന് മുൻപേ 23,280 ടച്ച് ചെയ്യണം എന്നാണ് എൻ്റെ മനസ്സിൽ ഒരു തോന്നൽ. സോ ഒരു പക്ഷേ നടക്കാതിരിക്കാം, നടന്നേക്കാം. എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ഇനിയും നമുക്കൊരു 18 ട്രേഡിംഗ് ഡേയ്സ് ഇനിയും ബാക്കിയുണ്ട്. ഒരു പക്ഷേ സംഭവിച്ചേക്കാം. എന്തായാലും ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് എന്നുള്ളത് നിഫ്റ്റിക്ക് 22,315 അത് കഴിഞ്ഞാൽ 22,980 1000 പോയിന്റിന്റെ ഒരു റാലി. കാരണം ഓവറോൾ ഈ ഒരു മാർക്കറ്റിന്റെ മൂവ്മെന്റ് കണ്ടിട്ട്, മൊത്തമുള്ള ഇന്ത്യയിലുള്ള ആ ഒരു സംവിധാനങ്ങളും കണ്ടിട്ട് മാർക്കറ്റ് 23,280 ടച്ച് ചെയ്യും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഇനി സെൻസെക്സിലേക്ക് വരികയാണെങ്കിൽ, സെൻസെക്സിലും കഴിഞ്ഞ മാസം ഹൈ കട്ട് ചെയ്ത് മാർക്കറ്റ് കയറിയിട്ടുണ്ട്. സെൻസെക്സിന് പക്ഷേ ഇനി ഒരൊറ്റ ടാർഗറ്റാണ് അടുത്തതുള്ളത്, 73,433. സെൻസെക്സ് പ്രോപ്പർലി അതിൻ്റെതായ ആ തനി സ്വഭാവം കാണിച്ച് മുകളിലോട്ട് പോവുകയാണെങ്കിൽ 77,389 വരെ. നിഫ്റ്റി അവിടെ എത്തുമ്പോൾ 23 സെൻസെക്സ് 77,379 എത്തണം. ഇവിടെ ഇൻ ബിറ്റ്വീൻ വേണമെങ്കിൽ നമുക്ക് ഈ റാസ് ലെവൽസ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, ഡെയിലി ഇത് ചെയ്യുന്നത് പോലെ തന്നെ. സോ കാത്തിരിക്കുക. മാർക്കറ്റ് പൊട്ടും എന്ന് കരുതിയിട്ട് പൊട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. മാർക്കറ്റ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഉടനെ തന്നെ താഴോട്ട് പോകും എന്ന് തെറ്റിദ്ധരിച്ച് നിങ്ങൾ സമയം കാശൊന്നും കളയരുത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ. ഇവിടെ മിഡ് ക്യാപ്പിൽ വളരെ കൺഫ്യൂസിംഗ് ആയ രീതിയിലാണ് മിഡ് ക്യാപ്പ് കയറി പോകുന്നത്. ഇപ്പോൾ ഡോജിയാണ് എല്ലാ ദിവസവും ഉണ്ടാക്കുന്നത്. സോ മിഡ് ക്യാപ്പിന് നെക്സ്റ്റ് ടാർഗറ്റ് ഇവിടെ ഓൾറെഡി ഉണ്ട്, 10,810. പക്ഷെ ഇവിടെ ഈ ഒരു ഹൈ ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്യുന്നത് വരെ നിങ്ങൾ അതിനൊന്ന് ശ്രദ്ധിക്കണം. പക്ഷെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 10,810 ടച്ച് ചെയ്യുക തന്നെ ചെയ്യും. വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഈ മിഡ് ക്യാപ്പ് കയറിപ്പോകും. മിഡ് ക്യാപ്പ് സെലക്ട് എന്നാണ് അതിൻ്റെ പേര്. സോ നമ്മൾ ആ പേരിൽ തന്നെ അതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ദെൻ എന്താ പറയുക, ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി സംഭവങ്ങൾ നോക്കുകയാണെങ്കിൽ, ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും സൈഡ് വൈസ് ആണ്. അതൊരു ബുള്ളിഷായി എന്ന് പറയാൻ പറ്റില്ല. നിഫ്റ്റിയും സെൻസെക്സും മിഡ് ക്യാപ്പ് ഞാൻ പറഞ്ഞിട്ടില്ല, നിഫ്റ്റിയും സെൻസെക്സും ബുള്ളിഷാണ്. ബട്ട് മിഡ് ക്യാപ്പ് ഒരു അതിൻ്റെ ആ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് കിട്ടണം. അതേ രീതിയിലാണ് സെൻസെക്സിലും ബാങ്ക് നിഫ്റ്റിയിലും വരുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോഴും CPR കുടുങ്ങിക്കിടക്കുകയാണ് മാർക്കറ്റ്. സോ ഇവിടെ ഈ ഒരു റേഞ്ചിൽ ഒന്നുകിൽ താഴോട്ട് അല്ലെങ്കിൽ മുകളിലോട്ട് കിട്ടുന്നത് വരെയും, അതായത് 48,636 അല്ലെങ്കിൽ 46,530 രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്യുന്നത് വരെ ഇതിന് കൃത്യമായ ഒരു ഡയറക്ഷൻ പറയാൻ സാധിക്കില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. അതേപോലെ ഇവിടെ ബാങ്ക് എക്സിലാണെങ്കിലും അതേ അവസ്ഥ തന്നെയാണ്. പ്രത്യേകിച്ചൊന്നും വലിയ സംഭവങ്ങളൊന്നും പറയാനില്ല. ഇവിടെ ദെൻ ഇതേതാണ്, ഇത് നമ്മുടെ ഫിൻ സർവീസസ് അതേപോലെയാണ് നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റി, ബാങ്ക് എക്സ് ഒക്കെ നിൽക്കുന്ന അതേ അവസ്ഥയിൽ തന്നെയാണ് ഇത് നിൽക്കുന്നത്. സോ എന്താ പറയുക, ഈ സൈഡ് വൈസ് മാർക്കറ്റിൽ അതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നമുക്കത് വിട്ടേക്കാം. നിഫ്റ്റി സെൻസെക്സ് ഇത് രണ്ടും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളാം. സെൻസെക്സ് ഈവൻ മിഡ് ക്യാപ്പ് പോലും അതിൻ്റെ ഈ ഒരു പ്രീവിയസ് സ്വിങ് ഹൈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കയറിപ്പോവും. സോ ഈ ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്താൻ നോക്കുക. ദെൻ നാളെ, അതായത് തിങ്കളാഴ്ചയാണ് കേട്ടോ ഞാൻ പറയുന്നത്, തിങ്കളാഴ്ച നമുക്ക് മിഡ് ക്യാപ്പിൻ്റെ എക്സ്പയറിയാണ്, അതുപോലെ ബാങ്ക് എക്സിൻ്റെ എക്സ്പയറിയാണ്. ഈ രണ്ട് ട്രേഡുകൾ കൂടി ഒത്തിരി പേര് എന്നോട് ചോദിക്കുന്നതാണ് ബാങ്ക് എക്സ് ഒന്ന് പറഞ്ഞു തരുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇന്ന് ഞാൻ ബാങ്ക് എക്സും മിഡ് ക്യാപ്പും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മിഡ് ക്യാപ്പിൽ ഇന്ന് കാര്യമായ ഒരു മൂവ്മെന്റ് ഒന്നും ഉണ്ടായില്ല. മിഡ് ക്യാപ്പിനെ നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാനും പറ്റില്ല കേട്ടോ. കാരണം ഇതിന് ഒരു സ്വഭാവമുണ്ട്, ഈ മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകുന്ന ഒരു മാർക്കറ്റാണ്. പക്ഷെ ചില ദിവസങ്ങളിൽ വലിയ സെല്ലിംഗ് പ്രഷർ അതിൽ വരാറുണ്ട്. ആ സമയത്ത് മാത്രം പണി കിട്ടാതെ ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ നമുക്ക് ഇത് നോക്കുകയാണെങ്കിൽ നാളത്തെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ ഡേ ലോയും നാളത്തെ ഡേ ലോയും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും എന്ന് പറയുന്നു. ഇന്നത്തെ ഡേ ഹൈനേക്കാളും മുകളിലായിരിക്കും നാളത്തെ ഡേ ഹൈ എന്നാണ് റാസ് ലോയിൽസ് പറയുന്നത്. സോ എന്തായിരിക്കും എൻ്റെ തീരുമാനം? മാർക്കറ്റ് ഒരു അപ്പ് മൂവ്മെന്റ് തരും എന്ന് തന്നെയാണ്. മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് CPRന്റെ ഉള്ളിലാണ്. സോ നാളെ, അതായത് മിഡ് ക്യാപ്പിൽ നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിലാണ് നമുക്ക് കാര്യമുള്ളത്. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഇവിടെ ചിലപ്പോൾ സൈഡ് വൈസ് പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പക്ഷെ ഇന്ന് ആഫ്റ്റർനൂൺ സെഷനിൽ വന്നിട്ട് ഈ നിൽക്കുന്ന ഒരു പൊസിഷനിലല്ലോ, ഇതാ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇന്ന് ആഫ്റ്റർനൂൺ സെഷനിൽ എത്ര മണിക്കാണ് ആ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായത്? 1:30 മണിക്ക്. അതായത് യൂറോപ്യൻ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് അവർ വന്ന് ഇവിടെ മാർക്കറ്റിനെ പമ്പ് ചെയ്ത് ഇവിടെ കയറ്റിയിട്ട്
ഇവിടുന്ന് ഒരു എന്താ പറയുക റീടെസ്റ്റിംഗ് നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നാളെ വരുന്നത് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നെയായിരിക്കും. ഗ്യാപ്പ് ഓപ്പണിംഗ് ഇതിൽ ഒരു കുഴപ്പമുള്ളതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും ശനി ഞായർ അവധിയാണ്. എന്തെങ്കിലും ഒരു ബോർഡർ ഇഷ്യൂയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ ക്രൈസിസോ വേൾഡ് നാച്ചുറൽ ഡിസാസ്റ്ററോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇത് നേരെ ഓപ്പോസിറ്റ് പോകും. സോ ആ സമയത്ത് നിങ്ങൾ എന്നെ കുറ്റം പറയരുത്. ഇപ്പോൾ ഉള്ളത് പ്രകാരമാണെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വരും, മാർക്കറ്റ് മുകളിലോട്ട് കയറുകയും ചെയ്യും. ഓക്കെ, അത്രയാണുള്ളത്. ദെൻ ഏതെങ്കിലും രീതിയിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ യെസ്റ്റർഡേ ഹൈ കട്ട് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇനി താഴോട്ടാണ് പോകുന്നതെങ്കിൽ അധികം മെനക്കെടാതിരിക്കുന്നതാണ് നല്ലത്. ഈ മാർക്കറ്റ് താഴോട്ട് പോയാലും ഇത് ഇവിടെ നിന്ന് തന്നെ തിരിച്ച് മുകളിലോട്ട് വരും. അതുകൊണ്ട് ഈ താഴോട്ടുള്ള പുട്ട് സൈഡിലേക്ക് അധികം ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. കോൾ സൈഡിലേക്ക് പരമാവധി യൂസ് ചെയ്യുക. അതായത് 10,705 വരെയൊക്കെ ചിലപ്പോൾ തിങ്കളാഴ്ച ഇത് പോയി കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി ബാങ്ക് എക്സിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് എക്സിൽ എന്താ പറയുക, റാസ് ലെവൽസ് വെച്ചിട്ട് നമുക്കൊരു ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ റാസ് ലെവൽസ് പറയുന്നത് നാളത്തെ ഡേ ലോയും ഇന്നത്തെ ഡേ ലോയും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. പക്ഷേ ഡേ ഹൈ നാളെ മുകളിലായിരിക്കും. അതായത് മാർക്കറ്റ് ചെറിയ രീതിയിൽ മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇന്നത്തതിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ റേഞ്ചിലേക്ക് മാർക്കറ്റ് മൂവ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ എന്താ പറയുക, CPR അധികം വൈഡൊന്നുമല്ല, ചെറിയ CPR ആണ്. എന്നാൽ പോലും നാരോ CPR എന്ന് പറയാൻ സാധിക്കില്ല. CPR നോട്ട് സോൺ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ CPR മുകളിലും നോട്ട് സോൺ താഴെയാണ് വന്നിട്ടുള്ളത്. സോ മാർക്കറ്റ് മോസ്റ്റ് പ്രോബബിളി മുകളിലോട്ട് ഒരു മൂവ്മെൻറ്റ് തരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് കിട്ടുന്നത് മോസ്റ്റ് പ്രോബബിളി ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരിക്കും കിട്ടുന്നത്. താഴോട്ട് വരികയാണെങ്കിൽ CPR കട്ട് ചെയ്യുന്നത് വരെ ട്രേഡ് ഒഴിവാക്കുക. ദെൻ ഫർദർ താഴോട്ട് വന്നു കഴിഞ്ഞാൽ 53,435 വരെയും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. ഇനി അതല്ല, ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ മാർക്കറ്റ് മുകളിലോട്ട് കയറുകയാണെങ്കിൽ ഇവിടെ 54,161 ടാർഗറ്റ് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഒത്തിരി പേരൊന്നും ബാങ്ക് എക്സിൽ ട്രേഡ് ചെയ്യുന്നില്ല, പക്ഷെ കുറേ പേരുണ്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. സെൻസെക്സും ബാങ്ക് എക്സും ആ രീതിയിൽ പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ട്, നല്ല മൂവ്മെൻറ്റ് കിട്ടുന്നതുകൊണ്ട്. അതിൻ്റെ ഇൻഡെക്സിൻ്റെ നമ്പർ വലിയ നമ്പർ ആയതുകൊണ്ട് തന്നെ അതിൽ ഒരു ദിവസം 1% മൂവ്മെൻ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഏതൊരാൾക്കും പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അത് പോകുന്നത്. പിന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ഒരേ പാറ്റേണിൽ ഇതിനെയും ഫോളോ ചെയ്യാൻ പറ്റും. പക്ഷേ ബാങ്ക് നിഫ്റ്റിയേക്കാൾ കൂടുതൽ മൂവ്മെൻറ്റ് ഇതിനകത്ത് കിട്ടും. ബാങ്ക് നിഫ്റ്റിയിൽ 12 സ്റ്റോക്കുകളും ഇതിനകത്ത് 10 സ്റ്റോക്കുമാണുള്ളത്. ഇപ്പോൾ മൂവ്മെൻറ്റ് കൂടുതൽ ഇതിനകത്ത് കിട്ടും. കൃത്യമായിട്ട് ബാങ്ക് നിഫ്റ്റിയുടെ രീതിയിൽ പോകുമെന്ന് പറയാൻ പറ്റില്ല. ബാങ്ക് നിഫ്റ്റിയിലേക്കാളും നല്ല രീതിയിൽ ഓൾമോസ്റ്റ് സെയിം രീതിയിൽ തന്നെയാണ്, എന്നാലും അതിനേക്കാളും മികച്ച രീതിയിൽ മൂവ്മെൻറ്റ് ഇതിനകത്ത് കിട്ടാറുണ്ട്. ദെൻ ഇതിനകത്ത് ആഫ്റ്റർനൂൺ സെഷനിൽ ഒരു ഫോളോ വന്നിട്ട് മാർക്കറ്റ് അവിടെ സപ്പോർട്ട് എടുത്ത് തിരിച്ച് റിക്കവറി തന്നിട്ടുണ്ട്. സോ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ ഒരു ഹയർ സൈഡിലേക്കുള്ള അല്ലെങ്കിൽ ലോവർ സൈഡിലേക്കുള്ള മൂവ്മെൻ്റ് ആണ്. ലോവർ സൈഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ CPR നോട്ട് ട്രേഡ് സോണിൻ്റെ ആ ഭാഗം നിങ്ങൾ ട്രേഡ് എൻട്രി എടുക്കാതെ ഒഴിവാക്കുക. കൊണ്ടുപോകുന്ന ട്രേഡിനെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം. താഴോട്ട് പോവുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ട്രേഡ് ആയിരിക്കും കിട്ടുക. പക്ഷേ ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നത് മുകളിലോട്ടുള്ള ഒരു ട്രേഡാണ്. 54,161 വരെ മോസ്റ്റ് പ്രോബബ്ലി തിങ്കളാഴ്ച ബാങ്ക് എക്സ് കയറി പോകാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ രേഖപ്പെടുത്തിയ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി പറയാം. കഴിഞ്ഞ വീഡിയോ, അതായത് ട്രേഡേഴ്സ് അരീന എന്നുള്ള ഈ ചാനൽ 8,710 പേരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോ 1,466 പേരാണ് കണ്ടിട്ടുള്ളത്. ദെൻ എന്താ പറയുക, നമ്മൾ ക്ലാസ്സിൻ്റെ കാര്യം ആരും മറക്കരുത്. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ളവർ ഇതാ വീഡിയോയുടെ താഴെ ഇതേപോലെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫോം കാണും. ഇതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് പേരും ഫോൺ നമ്പറും രജിസ്റ്റർ ചെയ്തിട്ട് കഴിഞ്ഞാൽ ബാക്കി നിങ്ങളുടെ ഭാഗത്തുനിന്ന് പിന്നെ അതിൻ്റെ കോൺട്രിബ്യൂഷൻ, ഫിനാൻഷ്യൽ കോൺട്രിബ്യൂഷൻ മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവുക. എന്നാലും ഈ കഴിഞ്ഞ വീഡിയോയിൽ 37 കമൻറ്റുകളാണ് വന്നിട്ടുള്ളത്. AV മാത്യു പറഞ്ഞിരിക്കുന്നു, ഡീറ്റെയിൽഡ് സ്റ്റോക്ക് ന്യൂസ് ഈസ് വെരി അപ്രീഷിയേറ്റീവ്. താങ്ക് യു വെരി മച്ച്. റിയലി എന്തായാലും അത് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. ശൈലേഷ് കുമാർ എം, താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഹരിദാസ്, മാർക്കറ്റ് ന്യൂസ് സ്റ്റാർട്ടഡ്, വെരി ഗുഡ് തിങ്, താങ്ക് യു വെരി മച്ച്. വിജയകുമാർ തെറ്റിക്കാടിൽ, താങ്ക് യു, സൂപ്പർ, താങ്ക് യു വെരി മച്ച്. സിൽജു സിറിയക്, താങ്ക് യു വെരി മച്ച്. യൂസഫ് കാവിൽ, താങ്ക് യു. ആൻഡ് രാകേഷ് RB, സർ ഒരു ദിവസം രാവിലെ ഒരു ലൈവ് ക്ലാസ്, ഒരു ദിവസം ഒരു ലൈവ്
ക്ലാസ് ഇടാൻ പറ്റുമോ? കേരളത്തിൻ്റെ വെളിയിലുള്ളവർക്ക് ഉപകാരമാകും. തീർച്ചയായിട്ടും ചെയ്യാം, അതിലെന്താണ് കുഴപ്പമുള്ളത്? തീർച്ചയായിട്ടും ഓൺലൈൻ ക്ലാസ്സുകൾ ലൈവിൽ എടുക്കാൻ വേണ്ടിയിട്ടല്ലേ. ലൈവിലാകുമ്പം ഞാനിപ്പോൾ ലൈവ് ഉള്ളവരുടേത് ലീവ് ആക്കേണ്ടി വരും. അപ്പോൾ ലൈവ് ക്ലാസ് പറ്റുമെങ്കിൽ എടുക്കാം, ഒരു കുഴപ്പമില്ല. അത് നമുക്ക് അങ്ങനെ ചെയ്യുന്നത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. Then Shafi bin Kader, thank you very much. Rasina Mujib, thank you very much. NA264, thank you very much. Tram Traveler Malayalam, thank you very much. Naushad Puduparamban, US inflation data eppo varum vannittundaavunu vicharikkunnu. Then free the bull. ഇതിൽ കൂടുതൽ എന്തു പഠിക്കാനാ പോളിക്യാബിനെ പറ്റി? ഫണ്ടമെന്റലി ഇത്രയും സ്ട്രോങ് ആയ കമ്പനിയിൽ ഇങ്ങനെ ഒരു ടാക്സ് വെട്ടിപ്പ് നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും? തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നത് വളരെ കറക്റ്റാണ് കേട്ടോ. കാരണം പോളിക്യാബ് പോലെ ഉള്ള ഒരു സ്റ്റോക്ക്, ഒരു കമ്പനി ഈ ഒരു പരിപാടി കാണിക്കും എന്നുള്ളത് എങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാ കമ്പനികളും ശുദ്ധന്മാരൊന്നുമല്ല. നമ്മൾ വളരെ ഡീസൻറ്റ് കമ്പനി എന്ന് കരുതുന്നവർ പോലും ഈ ടാക്സ് വെട്ടിപ്പും അല്ലെങ്കിൽ ഉടായ്പ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് പിടിക്കപ്പെടുന്നവരെയും അവരൊക്കെ തങ്കക്കുടങ്ങൾ തന്നെയാണ്. പിടിക്കപ്പെട്ടാലാണ് നമ്മൾ അയ്യോ ഇദ്ദേഹം ഇങ്ങനെ ആയിരുന്നോ എന്ന്, അല്ലെങ്കിൽ ഈ കമ്പനി ഇങ്ങനെ ആയിരുന്നോ. ഞാനിപ്പോൾ ഇദ്ദേഹം എന്ന് പറയാൻ ഒരു പ്രമുഖൻ്റെ ഒരു ന്യൂസ് ഇപ്പം ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ റൈറ്റ് സൈഡിൽ അത് വന്നിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഈ റൈറ്റ് സൈഡ് മാസ്ക് ചെയ്തിട്ട് പോകുന്നത്. കാരണം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഒരു വിവാദങ്ങൾ ഇതിലേക്ക് വരാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എല്ലാ കമ്പനികളും ഇത് ചെയ്യും. പക്ഷേ ഇവരെന്താ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഒന്നുകിൽ സ്റ്റാഫിന് സാലറി കിട്ടാതെ അല്ലെങ്കിൽ അവരുദ്ദേശിച്ച പ്രൊമോഷൻ കിട്ടാതെ വരുമ്പോൾ അവർ പുറത്തോട്ട് ഒറ്റി കൊടുക്കും, അല്ലെങ്കിൽ പുറത്തുള്ള കമ്പനികൾ ഏതെങ്കിലും രീതിയിൽ കാശ് കൊടുത്തിട്ട് അവർ ഈ വിവരങ്ങൾ ചോർത്തിയെടുക്കും. അപ്പോൾ അത് വിവാദം ഉണ്ടാക്കി ആ കമ്പനി താഴെ ഇറക്കിയാൽ മറ്റേ കമ്പനിക്ക് ആ മാർക്കറ്റ് കൂടി പിടിച്ചെടുക്കാൻ പറ്റും എന്ന രീതിയിൽ പരസ്പരം പോരുകൊണ്ട് നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്നാലും ഒത്തിരി കമ്പനികൾ വളരെ നീറ്റായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനികളുണ്ട്. പക്ഷേ ഈ രീതിയിലുള്ള സംഭവങ്ങൾ എല്ലാ കമ്പനികളിലും നടക്കുന്നുണ്ട്. പക്ഷെ അത് പുറത്തറിയാറില്ല. ഇതെങ്ങനെയോ പുറത്തോട്ട് വന്നതോടുകൂടി അവന്മാർ കള്ളന്മാരായി. അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ എന്താ പറയുക, നമ്മൾ കരുതും പോളിക്യാബൊക്കെ വളരെ ഡീസൻറ്റ് കമ്പനിയാണെന്നുള്ളത്. എല്ലാ കമ്പനിയിലും ഇത് നടക്കുന്നത് തന്നെയാണ്. വാട്ട് ഈസ് ഇതാരാ പറഞ്ഞത്? സൈനൽ ആബ്ദീൻ 573. വാട്ട് ഈസ് BO and BD ഇൻ റാസ് ലെവൽസ്? റാസ് ലെവൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ലെവൽസ്. പേര് വന്നിരിക്കുന്നത് റഷീദ് എന്നുള്ളതിൻ്റെ ആദ്യത്തെ 3 അക്ഷരമാണ് റാസ് എന്നുള്ളത്. ദെൻ BO എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഔട്ടാണ്. BD എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ, അതായത് താഴോട്ട് അത് പൊട്ടി താഴെ പോവും, അല്ലെങ്കിൽ മറ്റേത് പൊട്ടി മുകളിലോട്ട് പോകും എന്ന് പറയില്ലേ, ആ ഒരു സംഭവമാണ് BOയും BDയും. മൈ ട്രേഡിംഗ് വേൾഡ് 1 വീക്കായി വരുന്ന വീഡിയോ സൗണ്ടിൽ ഒരു ഡിസ്റ്റർബിങ് സൗണ്ട് വരുന്നത്. റിയലി സോറി. ഞാൻ എൻ്റെ ഓഫീസ് ഇരിക്കുന്നത് ഒരു കൊമേഴ്ഷ്യൽ ടവറിലാണ്. അപ്പോൾ അതിനകത്ത് വൈകുന്നേരം ഒരു ഓഫീസ് ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് അവർ ക്ലോസ് ചെയ്യാം. എല്ലാവരും ഗ്ലാസ് ഡോർ ലോക്ക് ചെയ്തിട്ടേ പോവുള്ളൂ. പക്ഷേ അവർ ഷട്ടറും കൂടെ, അത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അപ്പോൾ അവർ ഷട്ടറും കൂടെ താത്തിയിട്ടിട്ടാണ് പോവുക. കറക്റ്റ് ആ ടൈമിനാണ് അവർ അത് താഴ്ത്തുക. അതുകൊണ്ട് നിങ്ങൾക്കൊരു ഡിസ്റ്റർബിങ് സൗണ്ട് വരുന്നത്. റിയലി സോറി അബൌട്ട് ഇറ്റ്. ഇന്നും ചിലപ്പോൾ അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ എനിക്ക് സ്ഥിരം ശീലമായതുകൊണ്ട് എനിക്ക് ശ്രദ്ധയിലേക്ക് വരുന്നില്ല. ഓക്കെ, ഇൻഫോസിസ് റിസൾട്ട് വന്നില്ലേ? ഇന്ന് വന്നിട്ടുണ്ട്. ദെൻ തിങ്കർ ബ്രോ, താങ്ക് യു വെരി മച്ച്. അബ്ദുൾ റക്കീഖ്, താങ്ക് യു വെരി മച്ച് ബ്രദർ. അപ്പോൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ എല്ലാവർക്കും വളരെയധികം നന്ദി. നമ്മുടെ ക്ലാസ്സിന് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഒരുപാട് പുതിയ അറിവുകൾ, ഒരുപാട് പുതിയ കൂട്ടുകാരെ നമുക്ക് കണ്ടെത്താൻ പറ്റും. എന്താ പറയുക, നഷ്ടം വരുമ്പോൾ നമ്മൾ ഒറ്റക്കല്ല എന്നൊരു തോന്നൽ നമുക്കിട്ട് തരുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ, അത് അപാരമാണ്. സോ ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം. ടേക്ക് കെയർ ആൻഡ് ബൈ.